തൃശൂർ കുതിരാനിൽ ഇറങ്ങിയ കാട്ടുകൊമ്പനെ ജനവാസ മേഖലയിൽ നിന്നും നീക്കാൻ പ്രത്യേക ദൗത്യവുമായ വനംവകുപ്പ് വയനാട്ടിൽ നിന്നും കുങ്കിയാനകളെ എത്തിച്ച് ആനകളെ കാടുകയറ്റി സോളാർ വേലി സ്ഥാപിക്കാനാണ് ആദ്യ പ്ലാൻ. വിജയം കണ്ടില്ലെങ്കിൽ മയക്കൂട് വെച്ച് ആനയെ പിടികൂടും. DFOയുടെ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായി വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. മയക്കുവെടി വെക്കണമെങ്കിൽ മറ്റൊന്നെങ്കിലും ഇതിൽ ട്രാപ്പിൽ വീഴണം. പിന്നെ ഇപ്പം പുതുതായി വന്നൊരു നിർദ്ദേശം കുങ്കിയാനകളെ കൊണ്ടുവന്ന്, പക്ഷേ ഇത് ട്രാപ്പിൽ വീണാൽ മയക്കുവെടി ഒന്നും വെക്കാൻ കഴിയില്ലെങ്കിലാണല്ലോ. അപ്പോൾ ആ നിർദ്ദേശം സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുങ്കിയാനകളെ കൊണ്ടുവന്ന് ആനയെ വശത്താക്കി കൊണ്ടുപോകാൻ കഴിയുമെന്ന് മനസ്സിലായി. അപ്പോൾ ആവശ്യമായി വന്നാൽ കുങ്കിയാനകളെ കൊണ്ടുപോകാനുള്ള നടപടി സ്വീകരിക്കാൻ ഇന്ന് DFOയ്ക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സൂരജ് സജി വനമന്ത്രി കുതിരാനിലേക്ക് നേരിട്ട് എത്തിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് കാട് കയറ്റി സോളാർ വേലി സ്ഥാപിക്കൽ എത്രത്തോളം പ്രാക്ടിക്കലായ ഒരു നടപടിയാകും സൂരജ്? ഹാഷ്മി, എന്തായാലും വനമന്ത്രി ഇപ്പോൾ കുതിരാനിൽ നേരിട്ടെത്തി ആളുകളുമായി സംസാരിക്കുകയാണ്. പലപ്പോഴും മനുഷ്യ വന്യജീവി സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ഈ വനമന്ത്രി അങ്ങോട്ടേക്ക് എത്തുന്ന അപൂർവ കാഴ്ചയാണ്. എന്തായാലും മന്ത്രി നേരിട്ടെത്തി. അവിടെയാണ് കഴിഞ്ഞ ദിവസം ഈ കാട്ടാനാക്രമണം അടക്കമുണ്ടായത്. മന്ത്രി നേരിട്ടെത്തി ആളുകളുടെ പരാതികൾ കേൾക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. കാരണം ഇവിടെ നിരന്തരമായി ഒരു ഒറ്റയാൻ എത്തിയാണ് ഈ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാച്ചർക്ക് തന്നെ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റു. അതോടൊപ്പം തന്നെ വനംവകുപ്പിന്റെ വാഹനമടക്കം കാട്ടാനാക്രമണത്തിൽ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഒരു നിർണായകമായ ദൗത്യത്തിലേക്ക് ഇന്നലെ രാത്രിയോടുകൂടി വനംവകുപ്പ് കടന്നിരുന്നു. AI ക്യാമറ അടക്കം സ്ഥാപിച്ചുകൊണ്ട് ഈ ആനയെ ഇപ്പോൾ നിരീക്ഷിക്കുകയാണ്. കുങ്കിയാനകളെ കൊണ്ടുവന്ന് ആനയെ കാട് കയറ്റിയതിനു ശേഷം സോളാർ വേലി സ്ഥാപിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ആ പ്ലാൻ, അതായത് പ്ലാൻ A നടന്നില്ലെങ്കിൽ പ്ലാൻ Bയിലേക്ക് പോവുക, ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് രണ്ടാമത്തെ പദ്ധതിയായി വനംവകുപ്പിന്റെ മുന്നിലുള്ളത്. അത് ഇന്ന് വനം മന്ത്രി സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്തായാലും ആദ്യഘട്ടം എന്ന നിലയിൽ ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുകയാണ്. ഇന്നലെ ഈ ഡ്രോൺ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്കാണ് കടന്നത്. ഇപ്പോൾ ഇവിടെ എത്തിയ ആളുകൾ മന്ത്രിയോട് കാര്യങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നു. കാശ്മീർ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുതിരാൻ ടണൽ വന്നതിന് ശേഷം അതിന് മുമ്പുണ്ടായിരുന്ന ദേശീയപാത കല്ലിട്ടടച്ചു. ഈ ടണലിലൂടെയാണ് ഇപ്പോൾ ഈ യാത്ര പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും പഴയ പാതയിലൂടെ ആനകൾക്കും മറ്റു വന്യജീവികൾക്കും ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും നിലവിൽ ഇവിടെ പ്രശ്നക്കാരനായുള്ള ഒറ്റയാനെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു നടപടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വനം മന്ത്രി തന്നെ നേരിട്ട് മനുഷ്യ വന്യജീവി സംഘർഷ മേഖലയിൽ നേരിട്ടെത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി ആളുകളെ കേൾക്കുന്നു, പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു, ഒരു ദ്രുതഗതിയിലുള്ള നടപടികളിലേക്ക് പോകും എന്നുള്ളതാണ് വനമന്ത്രി ഇപ്പോൾ ഉറപ്പ് നൽകുന്ന ഹാഷ്മി. ഓക്കെ, കൊമ്പനെ കാട് കയറ്റാനാണ് ആലോചന. അത് കുങ്കിയാനകളെ എത്തിച്ച് കാട് കയറ്റി സോളാർ വേലി സ്ഥാപിക്കലാണോ, അതോ ഇനി അത് നിവൃത്തിയില്ലെങ്കിൽ മയക്കൂട് വെക്കുക എന്നുള്ള പ്ലാനിലേക്ക് പോകും? എന്തായാലും വനമന്ത്രി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. സൂരജ് പറഞ്ഞതുപോലെ ഇത്തരം പല ഭീകരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും വനമന്ത്രി അങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളതായിരുന്നു പരാതി. അത് വനമന്ത്രി എത്തി നേരിട്ട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയാണ്. നല്ല കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.